രഘു, എന്താണ് നർത്തകയുടെ കാര്യം? അവൻ അടുത്ത മുറിയിലുണ്ട്. വിളിക്കേ. 1000 രൂപ വേണമെന്ന് പറയുന്നടാ. അത്രേ ഉള്ളൂ. കൊടുത്തിട്ട് അവളിങ്ങോട്ട് പറഞ്ഞു വിട്. അത്രയും രൂപ കൊടുത്തിട്ട് വേണോടാ? വേണം. കമോൺ, സെൻഡ് ഫാസ്റ്റ്. മോനെ, നീ ഞങ്ങളെ ടച്ച് പോയല്ലോടാ. ഞങ്ങൾക്ക് ഇനി ആരുണ്ട് മോനെ? തലതെറിച്ചവളെ, നീ ഒരുത്തിയാണ് എന്റെ മോനെ കൊല്ലുന്നത്. ചിലടി പണം കണ്ടിട്ടവിടെ ചത്തുമങ്ങി കിടക്കുന്നു. നിന്റെ തല തെറിച്ചു പോകട്ടെ. ഒന്ന് മാർക്കി. സാറൊന്ന് വന്നേ. മുന്നിയുടെ ജഡം തിരിച്ചറിഞ്ഞോ? പെറ്റതല്ല തിരിച്ചറിയായിരിക്കൂ. ചീഞ്ഞ കഴിഞ്ഞ ശവം വലിച്ചു കെട്ടാൻ ഞങ്ങൾ കുറെ പാടുപെട്ടതാ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ജഡം ഇവിടെ കൊണ്ടു നടക്കാമല്ലോ. എന്തിനാ? അവിടെ വേണം വെട്ടിമൂടരുത്. ഏയ്, അവൻ ഞങ്ങളുടെ യൂണിയന്റെ മെമ്പറാണ്. അവരെ ഞങ്ങൾ വേണ്ട രീതിയിൽ അടക്കും. അത് നിങ്ങളുടെ ഇഷ്ടം. ചന്ദ്ര, ഒന്നിങ്ങി വന്നു. ലക്ഷ്മി അമ്മേ, ഒന്ന് സമാധാനമായിട്ടിരിക്കെ. അടുത്ത കാര്യങ്ങൾ എന്താണ് നമുക്ക് നോക്കണ്ടേ? എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ ഒന്നും അറിയണ്ട. മാലേ, അമ്മേനെ അകത്തോട്ട് പോ. കൊണ്ടുപോക്കോ. മുന്നി നമ്മളിലൊരുവനായിരുന്നു. അവന്റെ ശരീരം മാന്യമായ രീതിയിൽ നമ്മൾ സംസ്കരിക്കണ്ടേ? അത് വേണ്ടതാ. എങ്കിലൊരു പൊതുപിരിവെടുത്ത് അത് ഭംഗിയായിട്ട് നടത്തണം. യഥാശക്തി മഹാബലം. കയ്യിലുള്ളവർ ഉടനെ തരിക, ഇല്ലാത്തവർ വീട്ടിൽ പോയി എടുത്തുകൊണ്ട് വരിക. നീ പോകരുത്. എന്നെ തൊട്ട് പോകരുത്. വിടല്ലേ, വിടാനാണ് പറഞ്ഞത്. നിന്നെ ഞാൻ വിടില്ല. എനിക്കിനി ജീവിക്കണ്ട. വിടൂ. നീ എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്യണം? എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ ഗർഭിണിയാണ്. ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ നിന്നെ രക്ഷിക്കാം. വേണ്ട. നോക്ക്, മുന്നേ കൊന്നത് ഞാനല്ല. അവൻ നിനക്ക് നഷ്ടപ്പെട്ടതിൽ ഇന്നെനിക്ക് ദുഃഖമുണ്ട്. എല്ലാം പോയി. ഇനി ഞാൻ മാത്രം എന്തിനു ജീവിക്കണം? നീ മരിച്ചുകൂടാ. നിന്റെ അഭിമാനത്തിൽ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ നിന്നെ ഞാൻ സംരക്ഷിക്കാം. നീ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഞാൻ വളർത്താം. ഈ രഹസ്യം നീയും ഞാനുമല്ലാതെ വേറൊരാളറിയില്ല. വരൂ, ഞാനാണ് വിളിക്കുന്നത്. വരൂ.
വേണമെന്നില്ല. നീ പോയിക്കോളൂ. എന്റെ മോൻ ചത്തിട്ട് 3 മാസമായില്ല. അതിനു മുമ്പ് ആ മൂദേവി അവനെ കെട്ടിയല്ലോടി. അവൾ അനുഭവിക്കൂടി. അമ്മ എന്തിനാ ഇനി അവരെ പ്രാകുന്നത്? അവർക്ക് ആയുസ് മുഴുവൻ ഒറ്റയ്ക്ക് കഴിയാനൊക്കുവോ? എന്നാലും എന്റെ മോന്റെ പുറകെ നടന്നവള് അവനെ കൊല്ലിച്ചവനെ തന്നെ അവള് കെട്ടിയല്ലോടി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. എല്ലാം നമ്മുടെ വിധിയാ. ഇന്ന് അമ്പലത്തിൽ വെച്ച് നീ മുതലാളിയുടെ കാലിൽ തൊട്ട് തൊഴാൻ ഞാൻ ശരിയായില്ല. ഞാൻ എന്റെ അച്ഛന്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചല്ലോ. നിന്റെ അച്ഛനേക്കാൾ ഇന്ന് നീ താല്പര്യം കാണിക്കേണ്ട മുതലാളിയോടാ. അതെന്തിനാ? അദ്ദേഹം നിന്റെ പേരിൽ ഒരു വീട് എഴുതുന്നു. കല്യാണത്തിലുള്ള സർവ്വ ചെലവുകൾ അദ്ദേഹം വഹിച്ചു. വേറെ വല്ലവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എന്തിനാ ഇതൊക്കെ ചെയ്തത്? നിന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ നീ എന്താ കാലത്ത് എങ്ങനെ പെരുമാറിയത്? അദ്ദേഹം സന്ധ്യ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ദുർമുഖമൊന്നും കാണിച്ചേക്കരുത്. എന്തിനാ വരുന്നത്? അതിപ്പോ എനിക്കെങ്ങനെ അറിയാം? വാസു, മുതലാളി വന്നു. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. എങ്ങനെയിരിക്കുന്നു? ഞാൻ എല്ലാം അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇറങ്ങേടൊന്നും കാണിക്കില്ല. അവൾക്കൊന്നും അറിഞ്ഞുകൂടാ. പൊട്ടിപ്പൺ. ആ, എല്ലാം ശരിയായിക്കോളും. എന്താ ഇത്ര വലിയ ആലോചന? വാസു വിവരമെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അവനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിച്ചത് എനിക്ക് വേണ്ടിയാ. ഇതാ നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിയതാ. ഞാൻ അത്ര കാര്യമൊന്നല്ല. ആ, എത്ര കാലമായി ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. രാധേ, എന്താ എന്താ എന്ത് പറ്റി? നീ എന്തിനാ നിലവിളിച്ചത്? ഞാൻ എന്തോർത്ത് പേടിച്ചതാ. എന്തിനാ അത് ഇതൊക്കെ ഓർക്കുന്നത്? ഇനി സമാധാനമായിട്ട് ജീവിക്കാൻ നോക്ക്. വാസു, ഞാൻ ഇറങ്ങട്ടെ. ഇനി സൗകര്യം പോലെ വരാം. ശരി മരൻ. നേരെ ഒത്തിരിയായി. നീ പോയി കിടന്നുറങ്ങി. എന്തൊക്കെയാണ് അമ്മേ വിശേഷങ്ങൾ? അമ്മ കരയാതെ. മുന്നിയെ 3-6 ഒരിക്കലും മറക്കാതിരിക്കാൻ ഒരു പരിപാടി ഒപ്പിച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അണ്ണനെ ഇനി ആരും ഓർക്കാനാ? ഓർക്കും, കാലാകാലം ഓർക്കും. എങ്ങനെ? മൂന്നാർ ടൗണിന്റെ പേര് മുന്നിനഗരമാക്കാൻ ഞങ്ങൾ ഒരു സമരം ആരംഭിക്കാൻ പോവുകയാണ്. ആ സമരത്തിന്റെ പിരിവിനാണ് ഞാൻ വന്നിരിക്കുന്നത്. അണ്ണന്റെ ശവം അടക്കാനെന്നും പറഞ്ഞ് നിങ്ങളൊരു പിരിവ് നടത്തിയില്ലേ? ആ പണം എന്ത് ചെയ്തു? അത് സംഭാവന തന്നവർക്ക് അതുപോലെ തന്നെ തിരിച്ചു കൊടുത്തു. ശവശരീരം അവിടെ തന്നെ വെട്ടിമൂടണമെന്നായിരുന്നു പൊതുജനാഭിപ്രായം. തന്റെ ഒരു പൊതുജനാഭിപ്രായം. പിരിവിനാണെന്നും പറഞ്ഞ് മേലാൽ ഇവിടെ കയറി വന്നാ ഞാൻ ചൂലെടുക്കും. എന്ത് ചെയ്യാം? ആത്മാർത്ഥയുള്ളവന് അവസാനം ചൂലാണ് മിച്ചം. ഇതെല്ലാം നീ കുടിച്ചു തീർത്ത കുപ്പികളല്ല എന്നാണ് നീ പറയുന്നത്? അതെ ഡാഡി, എന്റെ ഫ്രണ്ട്സ് വന്നവര് ഇവിടെ കുടിച്ച് കുടിച്ച കുപ്പികളാ. ഇതെന്താടാ, ബാറാണോ? എന്റെ സഹോദരിയുടെ വീട്ടിലെ താമസം നിനക്കും നിന്റെ അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. നിന്റെ അമ്മയുടെ നിർബന്ധപ്രകാരം നീ ഈ വീടെടുത്തു. നിന്റെ സഹപാഠികളെല്ലാം ഇതുപോലെ വീടെടുത്താണോടാ താമസിക്കുന്നത്? അത് സൗകര്യമായിട്ടിരുന്ന് പഠിക്കാൻ വേണ്ടിയാ. സൗകര്യം? എടാ, നിന്നെപ്പറ്റി നിന്റെ പ്രിൻസിപ്പൽ എനിക്ക് എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? നീ പഠിക്കാൻ വന്നിരിക്കുന്നതല്ലെന്ന്. അയാളൊരു പഴഞ്ചന ഡാഡി. ഒരു നല്ല പാന്റ് ഇട്ട് നടക്കുന്നത് പോലും അയക്ക് കണ്ടുവിടാം.
നിന്റെ നന്മയ്ക്ക് വേണ്ടി ആരെന്ത് പറഞ്ഞാലും നിനക്ക് തെറ്റായിട്ട് തോന്നും. അത് നിന്റെ കുറ്റമല്ല, നിന്റെ തവയുടെ കുറ്റം. പഠിക്കാനാണ് നിന്നെ ഇങ്ങോട്ട് അയച്ചത്. നിനക്കതിന് കഴിവില്ലെങ്കിൽ തുടരണമെന്നില്ല. നീ എന്റെ കൂടെ പോരെ? ഇല്ല ഡാഡി, ഞാൻ പഠിക്കാം. പഠിച്ചാൽ നിനക്ക് തന്നെ കൊള്ളാം. ഞാൻ പോകുന്നു. കിട്ടിയില്ല. ഇത് അവളുടെ അനിയത്തിയാ ഉഷ. ഏതായാലും കുറച്ച് മുമ്പേ വന്നിരുന്നെങ്കിൽ ആകെ കുഴപ്പമാണ്. എന്റെ മൂപ്പിൽ ഇപ്പൊ അങ്ങോട്ട് പോയേ ഉള്ളൂ. ശല്യം ഒഴിയല്ലോ. നന്നായി. പിന്നെ ഇവളെ വെളുപ്പിനെ അങ്ങ് അയക്കണം. അതെന്താ? കാലത്ത് ഇവളെ പെണ്ണ് കാണാരോ വരുന്നുണ്ട്. നിനക്ക് എന്തിനാടി? ഞാനില്ലേ? ഏതാ ഈ പെണ്ണ്? ഇത് എന്റെ കൂട്ടുകാരന്റെ മിസ്സസ് വൈഫ് സിസ്റ്ററാ. ഇവർക്ക് ഇവിടെ എന്ത് കാര്യം? വെറുതെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. ഓടി പുറത്ത്, ഓടി പുറത്ത്. അപ്പോൾ ഇതാണ് നിന്റെ ഇവിടുത്തെ ജീവിതം അല്ലേ? ക്ഷമിക്കാൻ ഡാഡി, ഒരു തെറ്റ് പറ്റിപ്പോയി. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. ജെയിംസ്, നിയന്ത്രണമില്ലാത്ത നിന്റെ ഈ പോക്ക് നല്ലതിനല്ല. സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ അതിന്റെ ഫലം നീ തന്നെ അനുഭവിക്കും. അയ്യോ ബാലയോ, നീ അങ്ങ് പഴുക്കാപ്പാക്ക് വവ്വാൽ ചപ്പി പോലെ ആയിപ്പോലോടി. നിനക്കിത് എന്നാ പറ്റി? ഒന്നും പറ്റിയില്ല. അത് കാണാ, ചേട്ടൻ ചത്തതിന്റെ ദുഃഖമായിരിക്കും. പോയവന് ഒരുപ്പോക്കും പോയി. നീ അവനെ പറ്റി ഓർത്ത് ശരീരം ക്ഷീണിപ്പിക്കരുത്. ആട്ടുംപാല് മേടിച്ചു കുടിക്കണം കേട്ടോ. കുടിച്ചോളാം. ഒരു ജവനമില്ലാതെ പോയാലോടി. എന്താ വേണം? എടീ, നിന്റെ ആങ്ങൾ ചത്തിട്ട് ആ ശവം വലിച്ചു കയറ്റിയത് ഞാനാ. അതിന് വല്ലതും ചോദിച്ചു? ഇല്ല. ആ കേസിൽ നിന്നെ അകത്താക്കാമായിരുന്നു. ആക്കിയോ? ഇല്ല. എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? നിന്നുള്ള സ്നേഹം കൊണ്ട്. അതിനിപ്പോ ഞാനെന്ത് വേണം? ഒന്ന് ഗണിക്കണം. എന്ന് വെച്ചാ? ഓ, ഒന്നും അറിയാത്ത പോലെ. ഞാനേ രാത്രി ലയത്തിന്റെ പുറകെ വന്ന് ചൂട് പഠിക്കാം. നീ ഇറങ്ങി വന്നേച്ചാ. അങ്ങനെ ഇതിന് മറുപടി പറയാൻ എനിക്കറിയാം. പക്ഷേ ഈ ഉടുപ്പിട്ടിരിക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. നാണമില്ലല്ലോ. എന്താ ശരിക്ക് കിട്ടിയോ? അവള് പറയുവാ ഞാൻ രാത്രി ലയത്തിൽ ചെല്ലമെന്ന്. അതിനെത്തിരി പൊളിക്കും. പറയുന്ന ഞാൻ കേട്ടു. ഇനി ഇവൾ ആളൽപ്പം പെസകാണെന്ന് കേട്ടു. സത്യം അറിയണമല്ലോ. അതിന് ഞാനൊരു വടയിൽ നോക്കിനാ. വടയാൻ അവിടെ ആട്ടിയത്. ഒരു അരവൂർ താഴല്ലമ്മേ. പറ്റെത്രയെന്നറിയാവോ? 30 കഴിഞ്ഞ് തരാം. എന്നാ 30 കഴിഞ്ഞ് ഇനി കുടിച്ചാ മതി. ചെല്ലമ്മേ, ഒരര ഇങ്ങെടുക്ക്. അകത്തോട്ടിരിക്കാം. എന്തിന്? ഇനി ഇതൊന്നും രഹസ്യമായി വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ക്രമസമാധാനം നില തകർന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒളിച്ചു കളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നേതാവ് പാർട്ടിന്ന് കാല് മാറിയെന്ന് കേട്ടല്ലോ. മാറിയടാ. ഞാൻ മാത്രം എന്തിനാടാ മാറാതിരിക്കുന്നത്? ഇവിടെ തുണി മാറുന്നത് പോലല്ലേ ഓരോരുത്തന്മാര് പാർട്ടി മാറുന്നത്. പക്ഷെ ഞാൻ മാറിയതിൽ കാര്യമുണ്ടടാ. നേതാവിനെന്താ ഇന്ന് ആകെ ഒരു ക്ഷോഭം? എങ്ങനെ ക്ഷോഭിക്കാതിരിക്കും? പോലീസുകാർ മുന്നിയെ വെടിവെച്ചു കൊന്ന് ആറ്റിലെറിഞ്ഞു. അത് ചോദിക്കാൻ ഇവിടെ ഒരു പട്ടിയെങ്കിലും ഉണ്ടോ? അത് നേരാ. ചട്ടമ്പിയാണെങ്കിലും മുന്നി നല്ലവനായിരുന്നു. മുന്നിയെ വെടിവെച്ചു കൊന്ന സർക്കിൾ ഇൻസ്പെക്ടറെ മൂക്കൊണ്ട് റാവലപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പരിഹാരം 10 ദിവസം എന്നല്ല. ഓ, ഞാൻ ആരെ കൊണ്ട് റാവരിപ്പിക്കുന്ന പറഞ്ഞത്? അല്ല, സർക്കിൾ ഇൻസ്പെക്ടറുടെ പേര് നടപടി എടുക്കണമെന്ന് പറയുകയായിരുന്നു. താൻ എടുപ്പിക്കൂ. എന്റെ എല്ല് ഞാൻ ഊരിയെടുക്കും. ജയിലിൽ ചാടി ഓടിയ കൊലപ്പുള്ളിയെ പിന്നെ എന്തോ ചെയ്യണം? തൊട്ടുമുത്തണം. അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. രാഷ്ട്രീയക്കാരുടെ ജോലി നോക്കിയാൽ മതി. പോലീസുകാരെ അവരുടെ കാര്യം നോക്കിക്കോളൂ. താൻ കുടിച്ച കാശ് കൊടുത്തിട്ട് ഇറങ്ങിപ്പോ. ഉണ്ടോന്നേ,
എന്നെ ആക്ഷേപിക്കരുത്. ഞാൻ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. താൻ പോണോ നീർക്കോലി? താൻ എന്തോ ചെയ്യുന്ന മൂക്കി വലിച്ചു കേട്ടു. ഇന്നായല്ലമ്മേ, പച്ച കഴിച്ചിട്ട് ബാക്കിക്കതാ എന്തായത്? രസീത്. രസീതോ? അതെ, രക്തസാക്ഷിയായ മുന്നിയുടെ പൂർണ്ണകായ പ്രതിമ മൂന്നാളിൽ സ്ഥാപിക്കാൻ ഒരു പിരിവ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ സംഭാവന രസീതാണിത്. അത് തന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കുടിച്ചതിന്റെ കാശ് കൊടുത്തിട്ട് ഇറങ്ങിപ്പോ. അല്ലെങ്കിൽ തന്റെ പൂർണ്ണകായ പ്രതിമ ഈ ചാരായ ഷാപ്പിന്റെ മുന്നിൽ ഞാൻ സ്ഥാപിക്കും. താൻ എന്നെ പട്ടീന്ന് വിളിച്ചു അല്ലേ? താൻ ശരിയെന്നുള്ളിക്കോ.